ശബരിമലയിൽ എന്തിനാണ്, ശബരിമലയിലല്ല ഏത് ക്ഷേത്രങ്ങളിലോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ആരാധനാലയങ്ങളായിക്കോട്ടെ, അവിടങ്ങളിലൊക്കെ എന്തിനാണ് ഇത്രയും സ്വർണം? ഒരു ചർച്ച, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മുഴുവൻ കേട്ടിട്ട് വേണം ചിലർ അതിൽ അഭിപ്രായം പറയേണ്ടത്. ചിലർക്കിത് കേട്ട ഉടനെ എന്ത് ചെയ്യാം, അയ്യോ അയ്യപ്പൻ്റെ സ്വർണ്ണം എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ കുരുപൊട്ടി ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ, തെറി വിളിക്കാൻ വേണ്ടിയൊക്കെ ചിലർ തയ്യാറാവുന്നുണ്ടായിരിക്കും. അവരെ വിടും, അവരെ നമ്മൾ അതിന് കണക്കി കൂട്ടുന്നില്ല. പക്ഷേ ചിന്തിക്കുന്ന മനുഷ്യരോട് ലോജിക് വൈസായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനുഷ്യരെല്ലാവരും, ഇപ്പം നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു ഏത് സമയത്ത് അവസാനിക്കുമെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വം എന്താണ്? ജീവിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളത് എല്ലാവർക്കും. കാര്യം എല്ലാവർക്കും ചിലപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെ കൂടി ജീവിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. എന്ന് കരുതിക്കൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യണമെന്നല്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ശരിയായിട്ടുള്ള മാനവ സേവയാണ് യഥാർത്ഥ മാധവ സേവ. ചിലർക്ക് മനസ്സിലായി കാണില്ല. അതായത് ഏറ്റവും നല്ല മനുഷ്യനെ പരിചരിക്കുന്നതാണ് ശരിയായിട്ടുള്ള ദൈവീകമായിട്ടുള്ള ദൈവത്തിനെ സേവിക്കുന്ന രീതി എന്നാണ് ആ വാചകങ്ങളുടെ ഉള്ളടക്കം. അങ്ങനെ മാനവ സേവ ചെയ്താൽ അത് മാധവ സേവയാകുമെങ്കിൽ നമ്മുടെ നാട്ടിലെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പലരും എന്ത് ചെയ്യുന്നത്, ഈ സ്വർണം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്ത് കാണിക്കും. നമ്മുടെ ഗുരുവായൂരിലൊക്കെ കൊണ്ടുവന്ന് കാറ് പോലും, എന്തിനാണ് ദൈവത്തിന് കാറെന്ന് ചോദിച്ചാൽ അറിയില്ല, ധാർ എന്ന് പറയുന്ന ഒരു കാറ് കൊടുത്തതിൻ്റെ ഒരു വിവാദം നിങ്ങൾ കേട്ട് കാണും. അതൊരു മുസ്ലിം ലേലത്തിൽ പിടിക്കുന്നു, എന്നാൽ ലേലത്തിൽ പിടിച്ചതിന് ശേഷം കൊടുക്കില്ല. കാര്യം അന്യമത വിശ്വാസി എന്നുള്ള ചില നമ്മുടെ നാട്ടിലെ ചില മണ്ടപോയ കേസുകൾ എന്ത് ചെയ്തിട്ടില്ല. ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വന്നൊരു മുസ്ലിം ഒരു കാറ് ലേലത്തിൽ പിടിക്കാൻ കാണിച്ച മഹാമനസ്കതയൊന്നും അവർ കാണുന്നില്ല. ഉടനടി എന്ത് ചെയ്യണം, അതിനെ വിവാദമാക്കുന്നു, പിന്നീട് കൊടുക്കാതിരിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ കൊടുക്കാൻ കെൽപ്പുള്ളവർ കൊടുക്കുന്ന ഈ സ്വർണ്ണങ്ങൾ ഇതവിടെ കാത്തു വെക്കുന്നു, അതിന് സുരക്ഷ, അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഇതെല്ലാം ഏർപ്പാട് ചെയ്യുന്നു. പിന്നീട് ഇത് ഓഡിറ്റിനെടുക്കുമ്പോൾ കട്ടുകൊണ്ട് പോകുന്നു. ഇത് ആരാണ് കട്ടുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് അതിനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിനപ്പുറം ഈ പറഞ്ഞില്ലേ, വേലി തന്നെയാണ് വിളവ് തിന്നുന്നത്. അതിനകത്തുള്ള തന്ത്രിമാരും പോറ്റിമാരെല്ലാം കൂടി ചേർന്ന് അവരുടെ നോട്ടം എപ്പോഴും ഈ സ്വർണ്ണം എങ്ങനെ ഒപ്പിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ഈ അയ്യപ്പൻ്റെ പേരിൽ വരുന്ന ഈ കാണിക്കകളൊക്കെ അവരുടേതാക്കി മാറ്റാമെന്നുള്ള ചിന്താഗതിക്കാർ തന്നെയാണ്. അതിലൊന്നും യാതൊരു സംശയമില്ല. അവരുടെ കണ്ണെപ്പോഴും ഇതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് മുതലാക്കാമെന്നുള്ള കാര്യമാണ്.